എല്ലാവർക്കും മഞ്ചൂസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു റോസാപ്പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് ഈക്വലായിട്ടുള്ള 4 പാർട്ടാക്കി കട്ട് ചെയ്തെടുക്കാം. പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിനി ഈ കാണുന്നത് പോലെ മടക്കിയെടുക്കണം. ആദ്യം ഒന്നായിട്ട് മടക്കി നെക്സ്റ്റ് വീണ്ടും അതിന് ഒന്നുകൂടി ഇങ്ങനെ ഹോമായിട്ട് മടക്കിയെടുക്കണം. ഇനി ഒരിക്കൽ കൂടെ മടക്കണം. നമ്മളിങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് കോണോട് കോണ് വെച്ച് മടക്കിയിട്ടുള്ളത്. 1 2 3. ഇനി നമുക്കിതിന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളത് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കുമ്പോൾ 8 ഇതളുകളുള്ള പൂവ് നമുക്ക് കിട്ടും. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു 8 ഇതളായിരിക്കും കിട്ടുന്നത്. നമുക്കിനി ആ ബാക്കി ഉള്ള പേപ്പറിനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് 4 ഈക്വലായിട്ട് 4 ഇതളൊരു ഭാഗം 4 ഇതളൊരു ഭാഗം അങ്ങനെ വെട്ടി മാറ്റണം. നെക്സ്റ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് 4 ആയിരുന്നത് ഒരു അടുത്തിനെ 3 ആയിരിക്കണം, മറ്റേ വശത്ത് 5 ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതളുകൾ ഇതുപോലൊന്ന് പേപ്പറിൽ വെച്ച് മടക്കിയെടുക്കാം. ഒരു പേനയോ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷോ എന്തെങ്കിലും മതി. ഇനി നമുക്ക് ആദ്യം നമ്മൾ 7 ഇതളുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം പച്ച വെച്ചിട്ട്. ഇനി അടുത്ത് ഇതിന് മുകളിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് 6 ഇതളുകളുള്ളതാണ്. അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് 5 ഇതളുകളുള്ളത്, പിന്നീട് അതിന് മുകളിലേക്ക് 4 ഇതള്, 3 2 1 ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ 4 പേപ്പറിൽ നിന്ന് കട്ട് ചെയ്താണ് ഇത്ര ഇതളുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതല്ല. നമുക്കിനി ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് റെഡ് കളർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മാർക്കർ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് റോസാപ്പൂവിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.